സ്വാഗതം. കസ്റ്റംസ് നിയമം അത് പലപ്പോഴും സാധാരണക്കാർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാറുണ്ടല്ലേ? അതെ, തീർച്ചയായും. എന്നാൽ ചിലപ്പോൾ അതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിച്ചേക്കാം. ഇന്ന് നമ്മൾ അങ്ങനെയൊരു ഭാഗമാണ് നോക്കുന്നത്. കസ്റ്റംസ് നിയമത്തിലെ അധ്യായം 4A. ചാപ്റ്റർ 4A. അതെ, നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കൊണ്ടുവന്ന ചില പ്രത്യേക തരം സാധനങ്ങൾ അത് പിന്നീട് കൈമാറ്റം ചെയ്യുന്നത് തടയാനുള്ള നിയമ നടപടികളെക്കുറിച്ചാണിത് പറയുന്നത്. നമ്മുടെ മുന്നിലിരിക്കുന്നത് ഈ നിയമത്തിന്റെ പ്രധാന ഭാഗങ്ങൾ തന്നെയാണ്. ശരിയാണ്. അപ്പൊ എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം? ഈ അധ്യായം 4A പ്രകാരം ഗവൺമെന്റ് ഇവ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയുന്ന ചില സാധനങ്ങളുണ്ട്. അതിനെ നോട്ടിഫൈഡ് ഗുഡ്സ് എന്ന് പറയും. നോട്ടിഫൈഡ് ഗുഡ്സ്, അതെ, ആ സാധനങ്ങൾ നിങ്ങളുടെ കൈവശം വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ അത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ നിയമപരമായ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾക്കുണ്ട്, ഇതൊന്ന് ലളിതമായി മനസ്സിലാക്കണം. ഇതൊരു നിയമ ക്ലാസ്സൊന്നുമല്ല, മറിച്ച് ഈ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാനുള്ളൊരു ശ്രമം. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമല്ലേ? തീർച്ചയായും. ഈ അധ്യായം, അതായത് 4A, കസ്റ്റംസ് നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ടൊരു കൂട്ടിച്ചേർക്കലായിരുന്നു. ഓഹോ. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, രാജ്യത്തിനകത്തേക്ക് ഒരിക്കൽ നിയമവിരുദ്ധമായി കടന്നുവന്ന സാധനങ്ങൾ അത് പിന്നീട് കണ്ടെത്താനും അവയുടെ ഒരു വിപണനം തടയാനും ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നതാണ്. ശരി. പ്രത്യേകിച്ച് ഈ കള്ളക്കടത്തിന് സാധ്യത കൂടുതലുള്ള ചില സാധനങ്ങളില്ലേ, അതിനെയാണിത് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അപ്പോൾ അവ കൈവശം വെക്കുന്നവർക്കും കൈമാറ്റം ചെയ്യുന്നവർക്കുമൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ ഈ അധ്യായം കൊടുക്കുന്നുണ്ട്. അതായത് ഇറക്കുമതി കഴിഞ്ഞുള്ള സ്റ്റേജിലൊരു കൺട്രോള്. അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ, പോസ്റ്റ് ഇമ്പോർട്ടേഷൻ കൺട്രോൾ. അപ്പം നമ്മൾ ആദ്യം ചില വാക്കുകൾ അതൊന്ന് പരിചയപ്പെടണമല്ലോ. നിയമവിരുദ്ധമായ ഇറക്കുമതി അഥവാ ഇല്ലീഗൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഈ പറഞ്ഞ നോട്ടിഫൈഡ് ഗുഡ്സ്, ഇത് രണ്ടും സെക്ഷൻ 11A പറയുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഉണ്ട്. സെക്ഷൻ 11A ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് വരുന്നത്. നിയമവിരുദ്ധമായ ഇറക്കുമതി അത് വളരെ വ്യക്തമാണ്. കസ്റ്റംസ് നിയമമോ അല്ലെങ്കിൽ ആ സമയത്ത് നിലവിലുള്ള മറ്റേതെങ്കിലും നിയമമോ ലംഘിച്ച് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ്. അത് ഡ്യൂട്ടി വെട്ടിച്ചതാവാം, ഡ്യൂട്ടി വെട്ടിപ്പാവാം, അല്ലെങ്കിൽ നിരോധിച്ച സാധനങ്ങൾ കൊണ്ടുവന്നതാവാം, അങ്ങനെ പലതും വരാം. ഓക്കെ. ഇനി നോട്ടിഫൈഡ് ഗുഡ്സ്, ഇതാണ് ഈ അധ്യായത്തിലെ ഒരു താരം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. എല്ലാ ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്കും ഈ പ്രത്യേക നിയമങ്ങൾ ബാധകമല്ല. കള്ളക്കടത്ത് വഴി വരാൻ നല്ല സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റിന് തോന്നുന്ന ചില സാധനങ്ങൾ, അവരെ ഗവൺമെന്റിന് സെക്ഷൻ 11B അനുസരിച്ച് ഒഫീഷ്യൽ ഗസറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി നോട്ടിഫൈഡ് ആയിട്ട് പ്രഖ്യാപിക്കാം. ഗസറ്റിൽ വരുവോ? അതെ, ഗസറ്റിൽ വിജ്ഞാപനം വരും. ആ വിജ്ഞാപനം വരുന്ന തീയതിയാണ് നോട്ടിഫൈഡ് ഡേറ്റ്. ആ ഡേറ്റ് മുതലാണ് ഈ ചാപ്റ്ററിലെ നിയമങ്ങളൊക്കെ ആ കുറിപ്പിട്ട സാധനത്തിന് ബാധകമാകുന്നത്. ഓഹോ. അപ്പൊ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ചില പ്രശ്നക്കാരായ സാധനങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. എന്തുകൊണ്ടാണ് ചില സാധനങ്ങളെ മാത്രം ഇങ്ങനെ നോട്ടിഫൈ ചെയ്യുന്നത്? അതിന് കാരണം വല്ലതും പറയുന്നുണ്ടോ സെക്ഷൻ 11B? ഉണ്ട്. സെക്ഷൻ 11B അത് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ടൈപ്പ് സാധനത്തിന്റെ കാര്യത്തിൽ രാജ്യത്തേക്ക് ഒരുപാട് ഇല്ലീഗൽ ഇമ്പോർട്ട് നടക്കുന്നുണ്ട്, രാജ്യത്തിന്റെ ഒരു സമ്പദ്വ്യവസ്ഥയെ മോശമായി ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കള്ളക്കടത്ത് തടയാൻ അത്തരം സാധനങ്ങളെ ഒന്ന് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് തോന്നിയാൽ അവർക്ക് ആ സാധനങ്ങളെ നോട്ടിഫൈ ചെയ്യാം. ഉദാഹരണത്തിന് സ്വർണ്ണമൊക്കെ വരുമോ? വരാം. സ്വർണം, ചിലപ്പോൾ ചില ഇലക്ട്രോണിക് സാധനങ്ങൾ, വാച്ചുകൾ, അങ്ങനെയുള്ള വില കൂടിയ എളുപ്പത്തിൽ കടത്താൻ സാധ്യതയുള്ള ഐറ്റംസ് ആവാം മിക്കവാറും. നോട്ടിഫിക്കേഷൻ വന്നുകഴിഞ്ഞാൽ പിന്നെ ആ സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിലെ റൂൾസ് പാലിച്ചേ പറ്റൂ. ശരി. അപ്പോൾ ഗവൺമെന്റ് ഒരു സാധനത്തെ നോട്ടിഫൈ ചെയ്തു എന്ന് വെക്കുക. ആ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റിന് ശേഷം ഒരു നിശ്ചിത അളവിലോ അല്ലെങ്കിൽ വിലയിലോ കൂടുതലുള്ള ഈ നോട്ടിഫൈഡ് സാധനം അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെറുതെ വീട്ടിൽ വെച്ചാൽ മതിയോ, അതോ എന്തെങ്കിലും ചെയ്യണോ? സെക്ഷൻ 11C ഇതിനെക്കുറിച്ചാണോ? അതെ, കൃത്യം. അവിടെയാണ് സെക്ഷൻ 11C വരുന്നത്. നോട്ടിഫൈഡ് ഡേറ്റിലെ നിങ്ങളുടെ കൈവശം ഒരു നിശ്ചിത ലിമിറ്റിൽ കൂടുതൽ, അത് നോട്ടിഫിക്കേഷനിൽ പറയും എത്രയാണെന്ന്. ഈ സാധനമുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്നാൽ പോരാ. ഓഹോ. 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ സാധനങ്ങൾ എവിടെയാണ് സൂക്ഷിക്കാൻ പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ വിവരം
അതാത് കസ്റ്റംസ് ഓഫീസറെ രേഖാമൂലം അറിയിച്ചിരിക്കണം. 7 ദിവസം അത് വളരെ കുറഞ്ഞ സമയമാണല്ലോ. അതെ, നിങ്ങൾ അറിയിക്കുന്ന ആ സ്ഥലത്തിന് നിയമം പറയുന്ന പേരാണ് ഇന്റിമേറ്റഡ് പ്ലേസ്. ഇന്റിമേറ്റഡ് പ്ലേസ് അത് നിങ്ങളുടെ വീടാവാം, കടയാവാം, ഗോഡൌൺ ആവാം, എന്തായാലും അറിയിക്കണം. ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നമ്മളിത് വാങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ സൂക്ഷിച്ച സ്ഥലമൊന്ന് മാറ്റണമെന്നുണ്ടെങ്കിലോ അപ്പോഴും അറിയിക്കണോ? തീർച്ചയായും. സെക്ഷൻ 11C(2) പറയുന്നത് നോട്ടിഫൈഡ് ഡേറ്റിന് ശേഷം നിങ്ങൾ ഈ സാധനങ്ങൾ ലിമിറ്റിൽ കൂടുതലുള്ളത് സ്വന്തമാക്കുകയാണെങ്കിൽ അത് കൈവശപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ എവിടെ സൂക്ഷിക്കാൻ പോകുന്നു എന്ന് ഓഫീസറെ അറിയിക്കണം. ഓക്കെ. അതുപോലെ സെക്ഷൻ 11C(3) അനുസരിച്ച് നിങ്ങൾ ആദ്യം അറിയിച്ച സ്ഥലത്ത് നിന്ന് ആ ഇന്റിമേറ്റഡ് പ്ലേസിൽ നിന്ന് ഈ സാധനങ്ങൾ വേറെ എവിടേക്കെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റുന്നതിന് മുൻപും വിവരം കൊടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്ഷൻ 11C(4)ലാണ് നോട്ടിഫിക്കേഷൻ വന്ന് 7 ദിവസത്തിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് വാങ്ങിയതാണെങ്കിൽ അത് അറിയിച്ച ശേഷം, നിങ്ങൾ അറിയിച്ച സ്ഥലത്തല്ലാതെ മറ്റൊരിടത്തും ഈ നോട്ടിഫൈഡ് സാധനങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല. ഹോ, സ്ട്രിക്റ്റ് ആണല്ലോ. അതെ, ഇതിന്റെ എല്ലാം ലക്ഷ്യം ഒന്നേ ഉള്ളൂ: ഈ പ്രത്യേക സാധനങ്ങൾ എവിടെയെല്ലാം ഉണ്ട് എന്ന് അധികാരികൾക്കൊരു കൃത്യമായ ഐഡിയ ഉണ്ടാവുക, അതിന്റെ ഒരു ഫ്ലോ മോണിറ്റർ ചെയ്യുക. ഇത് കുറച്ചുകൂടി സീരിയസ് ആണല്ലോ. അപ്പൊ വെറുതെ വീട്ടിൽ വെച്ചാ പോരാ, അധികാരികളെ അറിയിക്കണം. പക്ഷേ ഇവിടെയാണ് എനിക്കൊരു സംശയം. ഇനി നിങ്ങൾ ഈ നോട്ടിഫൈഡ് സാധനങ്ങൾ വേറൊരാളിൽ നിന്ന് വാങ്ങുകയാണെങ്കിലോ? വിൽക്കുന്നയാള് മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ, അതോ വാങ്ങുന്ന ആൾക്കും വല്ല ഉത്തരവാദിത്വവും ഉണ്ടോ? സെക്ഷൻ 11D പറയുന്നത് അതാണോ? വളരെ നല്ല ചോദ്യം. സെക്ഷൻ 11D അത് വാങ്ങുന്നയാളുടെ മേലും കാര്യമായ ഉത്തരവാദിത്വം വെക്കുന്നുണ്ട്. നോട്ടിഫൈഡ് തീയതിക്ക് ശേഷം നിങ്ങൾ ഈ സാധനങ്ങൾ പൈസ കൊടുത്തോ അല്ലാതെയോ, ചില എക്സെപ്ഷൻസ് ഉണ്ട്, ഗിഫ്റ്റ്, ഇൻഹെറിറ്റൻസ് പോലെ, സ്വന്തമാക്കുകയാണെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണത്? 1, ആ സാധനങ്ങളോടൊപ്പം നിയമം പറയുന്ന ഒരു ഡോക്യുമെന്റ്. ഒന്നുകിൽ സെക്ഷൻ 11F പ്രകാരമുള്ള ഒരു വൗച്ചർ, അല്ലെങ്കിൽ സെക്ഷൻ 11G(2) പ്രകാരമുള്ള ഒരു മെമ്മോറാൻഡം. ഇവയെക്കുറിച്ച് നമുക്ക് വഴിയേ പറയാം. അത് നിങ്ങൾ വാങ്ങിയിരിക്കണം. ശരി, വൗച്ചറോ മെമ്മോറാൻഡമോ? 2, ഇത് മാത്രം പോരാ. നിങ്ങൾക്കാ സാധനം വിറ്റാൾ അല്ലെങ്കിൽ കൈമാറിയ ആൾ, അയാൾ സെക്ഷൻ 11E അനുസരിച്ചുള്ള കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ റീസണബിൾ സ്റ്റെപ്സ് എടുത്തിരിക്കണം. ഒരു മിനിറ്റ്, അതായത് വാങ്ങുന്നയാൾ വിൽക്കുന്നയാളുടെ കണക്ക് പുസ്തകം പോയി ചെക്ക് ചെയ്യണമെന്നാണോ? അതെങ്ങനെ നടക്കും? അല്ലല്ല, ഡയറക്റ്റ് പുസ്തകം പോയി ഓഡിറ്റ് ചെയ്യണമെന്നല്ല. പക്ഷേ വാങ്ങുന്നയാൾക്ക് ഒരു ബോധ്യം വേണം, താൻ വാങ്ങുന്ന സാധനം നിയമപരമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് എന്ന്. എങ്ങനെ ഉറപ്പിക്കും? ഉദാഹരണത്തിന്, വിൽക്കുന്നയാൾ ഒരു രജിസ്റ്റേർഡ് ഡീലറാണോ? അയാളൊരു പ്രോപ്പർ ബില്ല് അല്ലെങ്കിൽ വൗച്ചർ തരുന്നുണ്ടോ? ഇതൊക്കെ നോക്കാം. ഇതിന്റെ പിന്നിലെ ഐഡിയ ഇതാണ്: അയ്യോ, എനിക്കറിയില്ലായിരുന്നു ഇത് കള്ളക്കടത്ത് സാധനമാണെന്ന് എന്ന് പറഞ്ഞ് പിന്നീട് കൈ കഴുകാൻ വാങ്ങുന്നയാൾക്ക് പറ്റരുത്. മനസ്സിലായി. ആ സാധനം ലീഗലായി വന്നതാണോ എന്നുറപ്പാക്കാൻ വാങ്ങുന്നയാൾക്കും ഒരു ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ ആ സാധനം പിടിച്ചാൽ വാങ്ങിയ ആളും കുടുങ്ങാൻ സാധ്യതയുണ്ട്. ശരി. അപ്പോ വാങ്ങുന്നവനും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇനി ഈ കണക്ക് സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, സെക്ഷൻ 11E, അത് ഈ സാധാരണ കടകളിലെ സ്റ്റോക്ക് രജിസ്റ്റർ പോലെ വല്ലതുമാണോ? അത് ഇതിന് വല്ല പ്രത്യേക ഫോർമാറ്റുമുണ്ടോ? പിന്നെ ഇത് വ്യക്തികൾക്കും ബാധകമാണോ? അതെ, നിങ്ങൾ ഈ നോട്ടിഫൈഡ് സാധനങ്ങൾ ഒരു കച്ചവട ആവശ്യത്തിനായി കൈവശം വയ്ക്കുകയോ സ്റ്റോർ ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീലിംഗ്സ് നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയും പേഴ്സണൽ യൂസിനുള്ള ഇളവുണ്ട്. അത് നമുക്ക് സെക്ഷൻ 11Gയിൽ പറയാം. ഓക്കെ. അങ്ങനെയുള്ളവർ സെക്ഷൻ 11E(1) അനുസരിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണക്കുകൾ സൂക്ഷിക്കണം. ഇതിന് റൂൾസിൽ ഒരു പ്രത്യേക ഫോമാറ്റൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം. ആ ഫോമിൽ ഒരു രജിസ്റ്റർ വെക്കണം. അതിലെന്തൊക്കെ വിവരങ്ങൾ വേണം? നിങ്ങൾക്ക് ഈ സാധനം എപ്പോ കിട്ടി, ആരുടെ കയ്യിൽ നിന്ന് കിട്ടി, അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ നിങ്ങളത് ആർക്ക് കൊടുത്തു, എപ്പോ കൊടുത്തു, എത്ര അളവിൽ കൊടുത്തു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി എഴുതി വെക്കണം. ശരിക്കും ഒരു ട്രയൽ ഉണ്ടാക്കണം. അതെ, പൈസ പോയ വഴി പോലെ ഈ സാധനം പോയ വഴിയും കൃത്യമായി അറിയാൻ പറ്റണം. ഈ കണക്കുകൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ഓഫീസിലാണോ, അതോ ഈ പറഞ്ഞ ഇന്റിമേറ്റഡ് പ്ലേസിലോ? ആ കണക്കുകൾ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ സാധനങ്ങൾ എവിടെയാണോ വെക്കുന്നത് ആ ഇന്റിമേറ്റഡ് പ്ലേസിൽ തന്നെ വേണം. അപ്പൊ പരിശോധിക്കാൻ എളുപ്പമായിരിക്കും. അതെ, കസ്റ്റംസ് ഓഫീസർമാർക്ക് എപ്പോ വേണമെങ്കിലും വന്നു നോക്കാൻ പറ്റണം.
ഇനി സെക്ഷൻ 11E2 വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ നോട്ടിഫൈഡ് സാധനങ്ങൾ ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഓ, വാല്യൂ അഡിഷൻ. അതെ, ഉദാഹരണത്തിന് ഇമ്പോർട്ട് ചെയ്ത സ്വർണം വെച്ച് ജ്വല്ലറി ഉണ്ടാക്കുന്നുവെന്ന് വയ്ക്കുക. അപ്പോൾ അതിനുപയോഗിച്ച നോട്ടിഫൈഡ് സാധനങ്ങളുടെ കണക്കും ഉണ്ടാക്കിയ പുതിയ പ്രോഡക്റ്റിന്റെ കണക്കും വേറെ വേറെ സൂക്ഷിക്കണം. റോ മെറ്റീരിയലും ഫിനിഷ്ഡ് ഗുഡും. കറക്റ്റ്. അസംസ്കൃത വസ്തു എവിടെന്ന് വന്നു, ഉൽപ്പന്നം എങ്ങോട്ട് പോയെന്ന് ക്ലിയറായിരിക്കണം. പക്ഷേ ഒരു ഇളവ് കൂടിയുണ്ട്. മറ്റ് നിയമങ്ങൾ പ്രകാരം, ഇപ്പോൾ എക്സൈസ് നിയമം പോലെയുള്ളത്, നിങ്ങൾ ഓൾറെഡി ഇത്തരം കണക്കുകൾ വെക്കുന്നുണ്ടെങ്കിൽ ഈ നിയമത്തിനു വേണ്ടി സെപ്പറേറ്റായിട്ട് വീണ്ടും അതേ കണക്കുണ്ടാക്കേണ്ടതില്ല. അത് നന്നായി. ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. അതെ. ഓക്കെ. അപ്പോ കണക്കുകൾ വളരെ പ്രധാനം. ഇനി വിൽക്കുന്ന കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ നേരത്തെ വൗച്ചർ എന്ന് പറഞ്ഞല്ലോ. സെക്ഷൻ 11F അതാണോ? എപ്പോഴാണ് ഈ വൗച്ചർ നിർബന്ധമായും കൊടുക്കേണ്ടത്? അതെ, സെക്ഷൻ 11F അതാണ് പറയുന്നത്. നിങ്ങൾ നോട്ടിഫൈഡ് സാധനങ്ങൾ വീണ്ടും പേഴ്സണൽ യൂസിനെ അല്ലാത്തവ പണം വാങ്ങി വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൈമാറ്റം ചെയ്യുകയോ ആണെങ്കിൽ വാങ്ങുന്നയാൾക്ക് നിർബന്ധമായും ഒരു വൗച്ചർ കൊടുക്കണം. ആ വൗച്ചറിൽ എന്തൊക്കെ വിവരങ്ങൾ വേണമെന്ന് റൂൾസിൽ കൃത്യമായി പറയും. സാധാരണയായി എന്തൊക്കെയുണ്ടാവും? വിൽക്കുന്നയാൾ, വാങ്ങുന്നയാൾ, അവരുടെ അഡ്രസ്, സാധനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ക്വാണ്ടിറ്റി, വില, വിറ്റ തീയതി, ഇതൊക്കെ ഉണ്ടാവും. ഈ വൗച്ചറാണ് ആ സാധനം നിങ്ങൾ ലീഗലായി കൈമാറി എന്നതിന്റെ ഒരു മെയിൻ തെളിവ്. എല്ലാ വിൽപ്പനയ്ക്കും ഇത് ഈ വൗച്ചർ മസ്റ്റ് ആണോ? വല്ല എക്സംഷൻ ഉണ്ടോ? ഒരു ചെറിയ എക്സംഷൻ ഉണ്ട്. പൈസ കൊടുക്കുന്നത് അക്കൗണ്ട് പേ ചെക്ക് വഴിയാണെങ്കിൽ. ചെക്ക് വഴി. അതെ, ചെക്ക് വഴിയാണെങ്കിൽ അതോടൊപ്പം വിൽക്കുന്നയാൾ വാങ്ങുന്നയാളുടെ ഐഡന്റിറ്റി ഉറപ്പാക്കാൻ ആവശ്യമായ മറ്റ് റീസണബിൾ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടെന്ന് കസ്റ്റംസ് ഓഫീസർക്ക് ഒരു ബോധ്യം വന്നാൽ അപ്പോൾ ഈ പറയുന്ന വൗച്ചർ നിർബന്ധമില്ല. ഓക്കെ. അതായത് ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരു റെക്കോർഡ് ഉണ്ടാവുമല്ലോ. അതെ, അവിടെ ഒരു ട്രെയിൽ ഓൾറെഡി ഉണ്ട്. അതാണ് കാരണം. എന്നാലും ജനറലായി പറഞ്ഞാൽ നോട്ടിഫൈഡ് സാധനം കൈമാറുമ്പോൾ വൗച്ചർ കൊടുക്കുന്നതാണ് എപ്പോഴും സേഫ്. ഈ വൗച്ചറിന് വേറെന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷനുകളുമായി വല്ല ബന്ധവും? തീർച്ചയായും. ഇത് വെറുമൊരു ബില്ലല്ല, പല കണ്ണികളെ കണക്ട് ചെയ്യുന്ന ഒന്നാണ്. ഓർക്കുന്നുണ്ടോ, സെക്ഷൻ 11C5 ഒരു കാര്യമുണ്ട്. വിറ്റ സാധനങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ വൗച്ചറോ അതിന്റെ കോപ്പിയോ കൂടെ കരുതണം. ശരിയാണ്. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ. അതെ. അതുപോലെ സെക്ഷൻ 11D അനുസരിച്ച് വാങ്ങുന്നയാൾ കൈപ്പറ്റേണ്ട പ്രധാന ഡോക്യുമെന്റിലൊന്നാണ് ഈ വൗച്ചർ. അപ്പോൾ ഇത് കൈമാറ്റത്തിന്റെ ലീഗാലിറ്റി ഉറപ്പാക്കാനും സാധനങ്ങൾ ട്രാക്ക് ചെയ്യാനും വാങ്ങുന്നയാൾക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനും എല്ലാം ഒരേ സമയം ഹെൽപ്പ് ചെയ്യുന്നു. കൊള്ളാം. അപ്പോൾ ഈ വൗച്ചർ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ. ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, സാധാരണ ഒരാൾക്ക് ഈ നോട്ടിഫൈഡ് സാധനങ്ങൾ കൈവശം വെക്കാൻ പറ്റില്ല എന്നാണോ? അല്ലെങ്കിൽ ഇപ്പോൾ വ്യക്തിപരമായ ആവശ്യത്തിനാണിത് വാങ്ങുന്നതെങ്കിലോ? ഉദാഹരണത്തിന്, വിദേശത്തുനിന്ന് വരുമ്പോൾ നിയമപരമായി തന്നെ ഒരു വാച്ച് കൊണ്ടുവന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ആ മോഡൽ വാച്ച് നോട്ടിഫൈ ചെയ്യപ്പെട്ടു. അപ്പോ എന്തു ചെയ്യും? അതിനും ഈ കണക്കും പുസ്തകവും ഒക്കെ വേണോ? സെക്ഷൻ 11G എന്തെങ്കിലും ഒരു റിലീഫ് തരുന്നുണ്ടോ? നല്ല ചോദ്യം. അവിടെയാണ് സെക്ഷൻ 11Gയുടെ പ്രസക്തി. ഇതൊരു പ്രധാനപ്പെട്ട ഇളവ് തന്നെയാണ്. സെക്ഷൻ 11G1 പറയുന്നത്, നിങ്ങൾ ഈ നോട്ടിഫൈഡ് സാധനങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ഉപയോഗത്തിന്, അതായത് പേഴ്സണൽ യൂസിന് വേണ്ടിയാണെങ്കിൽ, അത് നിങ്ങൾ താമസിക്കുന്ന വീട്ടിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ, നമ്മൾ ഇതുവരെ പറഞ്ഞ കുറച്ച് സ്ട്രിക്റ്റായ നിയമങ്ങളുണ്ടല്ലോ. സ്ഥലമറിയിക്കൽ, കണക്ക് വയ്ക്കൽ. അതെ. സെക്ഷൻ 11C സ്ഥലമറിയിക്കൽ, 11E കണക്ക് സൂക്ഷിക്കൽ, 11F വൗച്ചർ കൈവശം വയ്ക്കൽ, ഇതൊന്നും നിങ്ങൾക്ക് പൊതുവെ ബാധകമല്ല. അത് വലിയൊരു ആശ്വാസം. അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. വീട്ടിലെ ആവശ്യത്തിന് വാങ്ങിയതാണെങ്കിൽ ഈ തലവേദനകളില്ല. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും ഈ പേഴ്സണൽ ആവശ്യത്തിന് വെച്ച സാധനം വിൽക്കാൻ തീരുമാനിച്ചാലോ? അപ്പോഴും ഈ ഇളവുണ്ടാവുമോ? അവിടെയാണ് നിയമം വീണ്ടും ശ്രദ്ധിക്കുന്നത്. സെക്ഷൻ 11G2 പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ ഉപയോഗത്തിലിരുന്ന ആ നോട്ടിഫൈഡ് സാധനം നിങ്ങൾ പിന്നീട് പണം വാങ്ങി മറ്റൊരാൾക്ക് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ആണെങ്കിൽ, അതായത് ഫോർ വാല്യുബിൾ കൺസിഡറേഷൻ, കാശിന് വിറ്റാൽ. അതെ, കാശിന് വിറ്റാൽ. നിങ്ങൾ വെറുതെ കൊടുത്താൽ പോരാ. വാങ്ങുന്നയാൾക്ക് നിങ്ങൾ ഒരു മെമ്മോറാണ്ടം ഉണ്ടാക്കി കൊടുക്കണം. മെമ്മോറാണ്ടം? അത് വൗച്ചർ പോലെയല്ലേ? ഏകദേശം. പക്ഷേ 11Fലെ വൗച്ചർ പോലെ
അത്ര ഫോർമലും കോംപ്ലിക്കേറ്റഡുമല്ല. കുറച്ചുകൂടി സിമ്പിളായ ഒന്ന്. അതിലെന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് റൂൾസിൽ പറയും. സാധാരണയായി വിൽക്കുന്നയാൾ, വാങ്ങുന്നയാൾ, സാധനം, വില, തീയതി അതൊക്കെ ഉണ്ടാവും. അപ്പോ വ്യക്തിഗത സാധനം വിൽക്കുമ്പോഴും ഒരു റെക്കോർഡ് കൊടുക്കണമല്ലേ? ഈ മെമ്മോറാണ്ടത്തിനും വൗച്ചറിനുള്ളതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കൂടെ കരുതണമെന്ന നിയമം വല്ലതും ഉണ്ട്. സെക്ഷൻ 11G2-ൽ അതും പറയുന്നുണ്ട്. അങ്ങനെ വിറ്റ സാധനങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മെമ്മോറാണ്ടവും കൂടെ കരുതണം. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പേഴ്സണൽ യൂസിനുള്ള സാധനങ്ങൾക്ക് സൂക്ഷിക്കുന്ന കാലത്തോളം ഇളവുണ്ട്. പക്ഷേ അത് കച്ചവടത്തിലേക്ക് മാറുമ്പോൾ നിയമത്തിന്റെ പിടി മുഴുവനായിട്ടും വിടുന്നില്ല. ഒരു സിമ്പിൾ ഡോക്യുമെന്റേഷൻ അവിടെയും വരുന്നു. വളരെ ക്ലിയറായി. അപ്പോ ഈ അധ്യായം 4A മൊത്തത്തിലൊന്ന് നോക്കിയാൽ ഇതൊരു ചെയിൻ പോലെയാണല്ലേ, ഒരു ശൃംഖല. അതെ. ആദ്യം ഗവൺമെന്റ് ചില സാധനങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നു. അത് കൈവശമുള്ളവർ സ്ഥലം അറിയിക്കണം. 12C. പിന്നീട് വാങ്ങുന്നവർ ചില കാര്യങ്ങൾ ഉറപ്പാക്കണം, ഡോക്യുമെന്റ്സ് വാങ്ങണം. 11D. കച്ചവടക്കാർ ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് വെക്കണം. 11E. വിൽക്കുമ്പോൾ വൗച്ചർ കൊടുക്കണം. 11F. അതെ. അതിനോടൊപ്പം പേഴ്സണൽ യൂസിനൊരു എക്സംഷനും. 11G1. എന്നാൽ ആ സാധനം പിന്നീട് വിൽക്കുകയാണെങ്കിൽ ഒരു മെമ്മോറാണ്ടം കൊടുക്കണം എന്ന കണ്ടീഷനും 11G2 കൂടി ചേരുമ്പോൾ ആ ചിത്രം കംപ്ലീറ്റ് ആവുന്നു. ശരിയാണ്. ഇതിന്റെ എല്ലാം ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? നിയമവിരുദ്ധമായി രാജ്യത്തെത്തിയ കള്ളക്കടത്തിന് സാധ്യതയുള്ള ഈ നോട്ടിഫൈഡ് സാധനങ്ങൾക്ക് അവ പിന്നീട് ആരുടെയെല്ലാം കൈകളിലൂടെ പോകുന്നു എന്നതിന് ഒരു പേപ്പർ ട്രെയിൽ, ഒരു രേഖാമൂലമുള്ള പിന്തുടർച്ച ഉണ്ടാക്കുക. അതുവഴി അവയുടെ ഇല്ലീഗൽ മാർക്കറ്റിംഗ് തടസ്സപ്പെടുത്തുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉത്തരവാദിത്തം ആ ഒറിജിനൽ ഇമ്പോർട്ടറിൽ മാത്രം നിൽക്കുന്നില്ല എന്നതാണ്. അതെ, അത് താഴേക്കും വരുന്നു. അതെ, അതാ ശൃംഖലയിലെ ഓരോ കണ്ണിലേക്കും. കൈവശം വെക്കുന്നവര്, വാങ്ങുന്നവര്, വിൽക്കുന്നവര് എല്ലാവർക്കും അവരവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസുമുണ്ട്. ഓരോ സ്റ്റേജിലും ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കുന്നു. ശരിയാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രശ്നം അതിന്റെ സോഴ്സിൽ മാത്രമല്ല, അത് പിന്നീട് ഫ്ലോ ചെയ്യുന്ന വഴികളിലും ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം. ഇമ്പോർട്ടിന് ശേഷമുള്ള ഘട്ടത്തിൽ ഒരു ചെക്ക് പോയിന്റ് സിസ്റ്റം പോലെ. അതുതന്നെ. അപ്പോ അധ്യായം 4A-യെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു വിശദമായ സംഭാഷണം ഏകദേശം തീരുകയാണ്. നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്ത നോട്ടിഫൈഡ് സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് എത്ര സൂക്ഷ്മവും സ്ട്രക്ചേർഡുമായിട്ടുള്ള നിയമങ്ങളാണ് കസ്റ്റംസ് ആക്ടിലുള്ളതെന്ന് നമ്മൾ കണ്ടു. സ്ഥലം അറിയിക്കുന്നത് മുതൽ കണക്ക് സൂക്ഷിക്കുന്നതും വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പേഴ്സണൽ യൂസിനുള്ള ഇളവും അത് വിൽക്കുമ്പോഴുള്ള കണ്ടീഷൻസും വരെ വളരെ കൃത്യമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതെ, കള്ളക്കടത്ത് പോലെയുള്ള ഈ ഇക്കണോമിക് ഒഫൻസസിനെ നേരിടാൻ നിയമം എത്രത്തോളം ഡീറ്റെയിൽസിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണത്. ഒരു സാധനം രാജ്യത്തിനകത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു എന്നൊരു ചിന്തയുണ്ടല്ലോ, അതിനെ ഈ അധ്യായം ചോദ്യം ചെയ്യുന്നു. അതിന്റെ പിന്നീടുള്ള യാത്രയിലും നിയമത്തിന്റെ കണ്ണുകളുണ്ട്. ലോഡ് മുഴുവൻ ഇമ്പോർട്ടറുടെ തലയിൽ മാത്രം വയ്ക്കാതെ ആ ശൃംഖലയിലെ താഴെത്തട്ടിലുള്ള ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നതിലൂടെ നിയമലംഘനം കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതാക്കാൻ ശ്രമിക്കുന്നു. വാങ്ങുന്നവനും സൂക്ഷിക്കുന്നവനും ഒക്കെ ശ്രദ്ധിക്കണം. അതെ, അത് ചെറിയ കാര്യമല്ല. ഇത് സ്വാഭാവികമായും നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്താണത്? നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണല്ലേ. ടെക്നോളജി ഒരുപാട് മുന്നോട്ടു പോയി. സാധനങ്ങൾ അതിർത്തി കടക്കുന്നത് പണ്ടത്തേക്കാൾ എത്രയോ ഈസിയാണ്, പ്രത്യേകിച്ച് ഈ ഓൺലൈൻ വ്യാപാരത്തിന്റെ കാലത്ത്. ശരിയാണ്. ലോകത്തിന്റെ ഏത് കോർണറിൽ നിന്നും സാധനങ്ങൾ വാങ്ങാം, വിൽക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ സംസാരിച്ച പ്രധാനമായും ഫിസിക്കൽ ഡോക്യുമെന്റ്സിനെ, വൗച്ചറുകൾ, മെമ്മോറാണ്ടങ്ങൾ, രജിസ്റ്ററുകൾ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു കൺട്രോൾ സിസ്റ്റത്തിന് യഥാർത്ഥത്തിൽ ഇന്ന് എത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ട്? അതൊരു നല്ല പോയിന്റാണ്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസും ക്രിപ്റ്റോ കറൻസികളുമൊക്കെ സാധാരണമാകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം നിയമങ്ങളെ എൻഫോഴ്സ് ചെയ്യാൻ അധികാരികൾ നേരിടുന്ന പുതിയ ചാലഞ്ചസ് എന്തൊക്കെയാവാം? ഈ പഴയ നിയമത്തിന്റെ ചട്ടക്കൂടുകൾ അത് ഈ പുതിയ കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ടോ? ഇത് നിങ്ങൾക്ക് ആലോചിക്കാനും കൂടുതൽ ചിന്തിക്കാനുമുള്ള ഒരു വിഷയമായി ഞാനിവിടെ വയ്ക്കുന്നു.